നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് സ്വാഗതം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം സാഖ്യയോഗത്തിൻ്റെ 39 ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. അർജുനനോട് ഭഗവാൻ കർമ്മയോഗത്തെപ്പറ്റിയും എല്ലാം പറയുന്ന ഭാഗമാണ്. യോഗദർശനത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുകയാണ്. ശ്ലോകം 40. നേഹാഭിക്രമനാശോസ്തി പ്രത്യവയോ ന വിദ്യതേ സ്വൽപം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. എന്നോട് ചേർന്ന് വരുന്ന ശ്ലോകം 41. വ്യവസായാത്മിക ബുദ്ധിരേകേഹ കുരുനന്ദന ബഹുശാഖ ഹന്യന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്ക് നോക്കാം. കർമ്മയോഗ ഭാവനയോടെ ആരംഭിച്ച പ്രവൃത്തികൾ ഓരോന്നും നശിക്കുന്നില്ല. അതിന് വിഘ്നങ്ങളൊന്നും വരുന്നുമില്ല. ഈ ധർമ്മം അല്പമേ ആചരിക്കുന്നുള്ളൂ എങ്കിൽ പോലും വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അർജുനോട് കർമ്മയോഗ ഭാവനയോടെ ആരംഭിച്ച ഒരു പ്രവൃത്തികളും നശിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ധർമ്മം അല്പമേ ആചരിക്കുന്നുള്ളൂ എങ്കിലും വലിയ ഭയത്തിൽ നിന്ന് ഒരു ഭയങ്ങളുമില്ലാതെ അതിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അല്ലയോ കുരുനന്ദന, കർമ്മയോഗ മാർഗത്തിന് ദൃഢനിശ്ചയത്തോടു കൂടിയ ഒരേ ഒരു ബുദ്ധിയേ ഉള്ളൂ. എന്നാൽ ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ അറ്റമില്ലാത്ത വിധം അനേകമാണ്. ഈ പ്രപഞ്ചത്തിൽ കർത്തവ്യ പാലനം എന്ന ദൃഢനിശ്ചയമാണ് കർമ്മയോഗം. അത് പാലിക്കുന്നതിന് പകരം പൂജ, പഠിക്കൽ, മന്ത്രപാഠം, പുരസ്ചരണം എന്നിങ്ങനെ പറഞ്ഞ് ബുദ്ധി വിവിധ വഴിയിൽ യാത്ര ചെയ്യുന്നു. അവരുടെ ബുദ്ധിയാകുന്ന ശാഖയിൽ നിരവധി ഉപശാഖകൾ പൊട്ടിമുളയ്ക്കുന്നു. ചിലർ ഭൈരവൻ്റെയും മറ്റു ചിലർ ഡാകിനി, ശാകിനി, യന്ത്രമന്ത്രങ്ങൾ, മന്ത്രവാദം എന്നിവയ്ക്കും പിന്നാലെ പോകുന്നു. സ്വകർത്തവ്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല. ഇന്നത്തെ ഹിന്ദു ധർമ്മത്തിൻ്റെ ശാപമാണിത്. സ്വധർമ്മം മറന്ന്, സ്വന്തം കർമ്മങ്ങൾ മറന്ന് മറ്റു പല ദുഷ്കർമ്മങ്ങളിലും വ്യാപൃതരാകുന്നു. ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ച് യുക്തിപൂർവം ചിന്തിക്കുന്നതിലല്ല, മറിച്ച് ലോലമായ കപോലകൽപ്പിത സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കാണ് പലരുടെയും മനോമുകുരങ്ങളിലുള്ളത്. ക്ഷത്രിയനെന്ന നിലയ്ക്ക് അർജുനൻ ഇപ്പോൾ ചെയ്യേണ്ട യുദ്ധമാണ്, അല്ലാതെ ഭിക്ഷയെടുത്ത് ജീവിക്കലല്ല എന്ന് ഭഗവാൻ ഇതിനു മുമ്പ് ഉള്ള ശ്ലോകത്തിലും ഓർമ്മിപ്പിച്ചു. സ്വന്തം ധർമ്മം, സ്വന്തം കടമ ചെയ്യുവാനാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു വയ്ക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും നീ നോക്കണ്ട, നിൻ്റെ കർമ്മം യുദ്ധം ചെയ്യലാണ്. ക്ഷത്രിയ ധർമ്മമാണ് നീ പാലിക്കേണ്ടത്, സ്വന്തം കർമ്മമാണ് നീ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ് അർജുനനോട്. കർമ്മങ്ങൾ കൊണ്ടു താൻ കർത്തവ്യം ചെയ്യണം, കർമ്മം താൻ മുക്തിക്ക് സദ്ഗുരുനാഥൻ. കടമകൾ ചെയ്യാത്ത മർത്യന് പിന്നെയും കടമാണ് കടമയെന്നോർമ്മ വേണം. എൻ്റെ ഗുരുനാഥൻ്റെ വാക്കുകൾ ഞാൻ വീണ്ടും ചൊല്ലിയതാണ്. ഈ 2 വരിയിൽ ഒതുക്കിയാൽ ഇത് തന്നെയാണ് പറഞ്ഞത്. ഭഗവാൻ അർജുനനോട് പറഞ്ഞത്
സ്വന്തം കർമ്മം ചെയ്യൂ, മറ്റ് കർമ്മങ്ങളിൽ വ്യാപൃതനാകാതെ മറ്റൊരു കർമ്മങ്ങളിലും ശ്രദ്ധിക്കാതെ ക്ഷത്രിയ ധർമ്മം പുലർത്തൂ എന്നാണ് ഭഗവാനോട് പറയുന്നത്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നമസ്കാരം. ശുഭ സുദിനം.